Ladies and gentlemen, this is Adarsh and welcome to my comedy. തമിഴിലെ സകലമാന ക്രൈം ത്രില്ലർ സീരീസ് എടുത്തോ. അതിലത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സീരീസ് ആണ് വിലങ്ങ്. C5 സ്ട്രീം ചെയ്യുന്നത്. വേറെ എന്ത് കണ്ടോ കണ്ടില്ലേ ഇതൊന്നും മിസ്സാക്കരുത്, കണ്ടു നോക്കുക. ഇതിനെപ്പറ്റി സംസാരിക്കാനല്ല ഒന്നും വന്നിരിക്കുന്നത്. വിലങ്ങ് യൂണിവേഴ്സില് അടുത്തൊരു സീരീസ് വന്നിട്ടുണ്ട്, വാറന്റ്, ആൻഡ് ഇത് സ്ട്രീം ചെയ്യുന്നതും C5. സോ യൂണിവേഴ്സിൽ ആയതുകൊണ്ട് തന്നെ വിലങ്ങ് കണ്ടാലേ ഇത് മനസ്സിലാവുള്ളൂ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. സ്റ്റിൽ വിലങ്ങ് കണ്ടിട്ടില്ല വെച്ചാൽ യു ബെറ്റർ വാച്ച് ദാറ്റ്. ഇത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത് കാണാം. സോ വിലങ്ങ് സീരീസിന്റെ ഡയറക്ടർ മാമൻ, നമ്മുടെ സൂര്യയെ വെച്ചിട്ട് പടം എടുത്ത ഡയറക്ടർ പ്രശാന്ത് പാണ്ഡ്യരാജാണ് ഇതിലെ നായകൻ. സോ അണ്ണന്റെ അടുത്ത് എന്തിന് ഈ സീരീസിൽ അഭിനയിച്ചു അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊരു ഇന്റർവ്യൂല്. വേറെ ആരാണെങ്കിലും എനിക്ക് പോലീസിന്റെ പ്രൊസീജിയേഴ്സ് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ സല്യൂട്ട് അടിക്കാൻ പഠിപ്പിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, എനിക്ക് അതിനൊന്നും നേരമില്ല. അതുകൊണ്ട് ഞാൻ കയറി അഭിനയിച്ചു. ആ മാമ നീങ്ക പെരിയ കമലഹാസൻ ഉലക നായകൻ നടിപ്പ്, അതാണല്ലോ ഇതിൽ കാണുന്നത്. നേരെ അഭിനയത്തിനെ പറ്റി ഞാൻ പറയാം. സോ 8 എപ്പിസോഡിന്റെ സീരീസ് ആണ്. ഒരു എപ്പിസോഡ് 3/4 മണിക്കൂറുണ്ട്. 6 മണിക്കൂർ വേണം അത് കണ്ടു തീർക്കാൻ. ക്ഷമട നെല്ലിപ്പടിയല്ല പാവയ്ക്കാപ്പടി വരെ ഇങ്ങനെ കാണിച്ചു തരും. അതുകൊണ്ട് അത്യാവശ്യം ക്ഷമ വേണം. ഇടയ്ക്ക് നമുക്ക് TV ഒക്കെ തല്ലിപ്പൊട്ടിക്കാൻ തോന്നും. അപ്പൊ ആലോചിക്കുക, കാശ് കൊടുത്ത് അവനമ്മ മേടിച്ചതാണ്, പ്രശാന്ത് പാണ്ഡ്യരാജ് മേടിച്ചതല്ല. സോ നമ്മുടെ അണ്ണൻ ഭയങ്കര ഒരു പാവം, പഞ്ചപാവണ്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ഒരാളാണ്. കണ്ടിന്യൂസ് ആയിട്ട് ആൾ ഗവൺമെന്റ് എക്സാംസ് എഴുതുന്നു, ഒരെണ്ണം പോലും കിട്ടുന്നില്ല. അപ്പൊ ആളുടെ മാമൻ വന്ന് ചോദിക്കുന്നു, മകനെ പോലീസിൽ ചേര്. അപ്പൊ ആള് പറയുന്നത് എങ്ങനെ ചേരും, അതൊക്കെ ഞാൻ റെഡിയാക്കി തരാ പറഞ്ഞു. നെക്സ്റ്റ് ഡേ അണ്ണൻ PC ആയി ചേരുന്നു. ആള് ഭയങ്കര പാവമായിട്ട് തന്നെ എല്ലാവരും അണ്ണനെ പറ്റിക്കും, കളിയാക്കും, ഇതൊക്കെ ചെയ്യും. ഒരു ദിവസം ഒരു കള്ളനെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി അണ്ണന്റെ ഒപ്പം വിടും. ആ കള്ളൻ അണ്ണന്റെ കൊട്ടയിൽ പിടിച്ച് പീച്ചി വിടും. കോട്ട മീൻസ് ബാൾസ്. പിന്നീട് കോട്ടൈ കറുപ്പ് സ്വാമി പറഞ്ഞ അണ്ണനെ എല്ലാവരും കൊട്ടേ ഡാ കൊട്ടേ ഡാ കൊട്ടേ ഇങ്ങനെ വിളിച്ച് കളിയാക്കും. അത് അണ്ണന് സഹിക്കാൻ പറ്റില്ല. അണ്ണൻ അവിടുന്ന് അങ്ങോട്ട് ടെറർ മോഡാവും. പിന്നെ നടക്കുന്ന പരിപാടിയാണ് ഈ സീരീസിൽ പറഞ്ഞു പോകുന്നത്. ഇതൊരു ക്രൈം ത്രില്ലർ അല്ല, വേണമെങ്കിൽ ഒരു ക്രൈം ഡ്രാമ, പോലീസ് പ്രൊസീജിയറൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഇതിൽ കുറച്ച് നല്ല മൊമെന്റ്സ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട് കേട്ടോ. ഇതിൽ ഒരു പോലീസുകാരുടെ കഷ്ടപ്പാട് നമുക്ക് മനസ്സിലാവും, അവര് തമ്മിലൊരു ബോണ്ടിങ്. ഇതിൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടൊരു സീൻ ഉണ്ട്. ദാറ്റ് വാസ് ടു ഗുഡ് ടു ഗുഡ് ടു ഗുഡ്. ക്ലൈമാക്സ് പോർഷനിൽ ഒരു സീൻ ഉണ്ട്, അതൊക്കെ ഇമോഷണൽ സീൻസ് ഒക്കെ നൈസാണ്. എന്നാ ബ്രഹ്മാസ്ത്ര പടത്തിൽ പോലും ഇത്ര വട്ടം ഞാൻ ശിവ അജീവ അജീവ വിളിച്ചു കേട്ടിട്ടില്ല. ഇങ്ങനെ ഒരു അണേ 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 മാമ മാമ അൺസഹിക്കബിൾ. ആൻഡ് പല സ്ഥലത്തും ഇങ്ങേര് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ഡയലോഗ് പോലും മനസ്സിലാവുന്നില്ല. ഇങ്ങേര് ഇനി ഷൈൻ ടോം ചാക്കോനെ പഠിക്കുകയാണോ അറിയില്ല. ചില സ്ഥലത്തൊക്കെ അണ്ണൻ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ ചില സമയത്തൊക്കെ അൺസഹിക്കബിൾ ആണ്. ഇപ്പൊ മുഹമ്മദ് അലിയുടെ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതൊരു റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് ജയിലിൽ വെച്ചിട്ട്. അതൊക്കെ വൻ ബോറായിരുന്നു. ആൻഡ് ഒരു ചെറിയൊരു കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ 3/4 മണിക്കൂർ അത് വലിച്ച് 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 നീട്ടിക്കൊണ്ടുപോകുമ്പോ ദാറ്റ്സ് ആക്ച്വലി ബോറിങ്. ഭയങ്കര ബോറടിയാണ് ഫീൽ ചെയ്യുന്നത്. അത് ഈ ത്രില്ലടിപ്പിക്കുന്ന കേസൊന്നുമല്ല, വലിയ വലിയ കൊലക്കേസ് അല്ലെങ്കിൽ മറ്റേ സീരിയൽ കില്ലർ അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. ഈ മറ്റേ TVS 50 മോഷണം, നെല്ലിക്ക മോഷണം, ബോണ്ട മോഷണം, അങ്ങനത്തെ സാധനമൊക്കെ ആകുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി ബോറിങ്. ആൻഡ് ഇതിന്റെ കാസ്റ്റിംഗ് അത്ര വൺ സ്റ്റാർ കാസ്റ്റ് ഉള്ളതൊന്നുമല്ല. ഇങ്ങനെ നമ്മള് ജും 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 എന്റർടൈൻ ആയിട്ട് ഇരിക്കാൻ. നേരെ പെർഫോമൻസിന്റെ ഇടയിൽ കൂടെ അതേ ഒരു സൈഡില് തലവേദന, അതിന്റെ ഇടയിൽ റൊമാൻസ്. ഇങ്ങനെ മര്യാദക്ക് കേസ് അന്വേഷിച്ചില്ലെങ്കിൽ, ഇത്ര ദിവസം ഒരു കേസ് തെളിയിച്ചില്ലെങ്കിൽ ഇങ്ങനെ പണി വരെ പോവും. അതിന്റെ ഇടയിൽ അണ്ണന് പ്രോമിക്കാൻ പോണം, പ്രോമിക്കാൻ. ഒന്നാമത് കഥ അത്ര വലിയ സീരിയസ് ഒന്നുമല്ല. അതിന്റെ ഇടയിൽ കൂടി പ്രേമമൊക്കെ വരുമ്പോൾ അതും അടുത്തൊരു ബോറടി, ഇറിറ്റേഷൻ ആയിട്ടാണ് തോന്നിയത്. ഒരു ലോഡ് തെറി വിളിക്കുന്നുണ്ട്. ഇതാണോ പോലീസ്? പോലീസ് പറഞ്ഞ തെറിവിളി മാത്രമാണോ? ഇതാണോ അണ്ണന്റെ ഉലകനായകൻ നടിപ്പ്? അങ്ങനെയൊക്കെ പല സ്ഥലത്ത് തോന്നും. ടുവേർഡ്സ് ലാസ്റ്റ് ഒക്കെ ആവുന്ന സമയത്ത് ഒരു നേഴ്സ് വരുന്നുണ്ട്. ആ നേഴ്സും ഇങ്ങേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നൈസ് ആയിരുന്നു. ഒരു അക്ക വിളിച്ചിട്ട് ഒരു സ്ത്രീയുടെ പിന്നാലെ നടക്കുന്നുണ്ട്. അവര് തമ്മിലൊരു ബോണ്ടിങ്ങും നൈസ് ആയിരുന്നു. ഈ ഒരു 8 എപ്പിസോഡില് ഏകദേശം ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നൈസാണ്. ബാക്കിയൊക്കെ എനിക്ക് ഭയങ്കര വലിപ്പിക്കലായിട്ടാണ് തോന്നിയത്. റബ്ബർ ബാൻഡ് പോലും ഇത്ര നീളില്ല, അത്രയും വലിച്ചു നീട്ടിയിട്ടുണ്ട്. നമുക്കൊരു പ്രോപ്പർ ഇമോഷണൽ കണക്ഷൻ കിട്ടുകയെന്ന് വെച്ചാൽ ദാറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സീരീസ് ത്രിൽ അടിപ്പിക്കുന്ന വെച്ച് ദാറ്റ്സ് ഓക്കെ. എന്നാ അങ്ങനെയൊന്നുമില്ല.
കുറെ എന്തൊക്കെയോ സീന് കാണിക്കുന്നുണ്ട്. ഇങ്ങേര് ചില സമയത്തുള്ള പെക്കൂത്താണ് ചില സമയത്ത്. അങ്ങനത്തെ കുറെ സാധനം കാണിക്കുന്നുണ്ട്. സോ എനിക്ക് പലപ്പോഴും തോന്നിയത് ഇങ്ങേർക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു നന്നായി അഭിനയിക്കാൻ ഒരു ആക്ടർ വന്നിട്ട് വെച്ചാൽ നന്നായേനെ. തിങ്സ് വുഡ് ഹാവ് ബീൻ ഇവൻ മോർ ബെറ്റർ. അങ്ങനെ എനിക്ക് പല സ്ഥലത്തും തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ വിലങ്ങ് സീരീസിൽ കറുപ്പ് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ചെയ്തൊരു പോലീസ് ഓഫീസർ ഉണ്ട്. അങ്ങേരെ തന്നെ വിളിച്ച് ഇതിൽ അഭിനയിപ്പിച്ചൂടെ? ആള് വരെ നന്നായി ചെയ്തിട്ടുണ്ടാവും. ഈവൻ എനിക്കൊന്ന് യോഗി ബാബുവിനെ പിടിച്ച് കാസ്റ്റ് ചെയ്ത് വെച്ചാലും അടിപൊളിയായിരുന്നു. യോഗി ബാബുവിനെ നമ്മൾ വെറുപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞാലും ആൾക്ക് അഭിനയിക്കാൻ അറിയാം. അതില് ഒരു ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഇല്ല. ആൾക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. എന്നാൽ ഇങ്ങേര് വരുമ്പോ ഒന്നാമത് ഇങ്ങേരെ സ്ലാങ് അക്സെപ്റ്റബിൾ അല്ല. അതന്നെ ഭയങ്കര വെറുപ്പിക്കലായിട്ടാണ് തോന്നുന്നത്. അതേപോലെ തന്നെ ഇങ്ങേരെ ചില സമയത്ത് പേക്കൂത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ടര അങ്കിട് കൊടുക്കാനാണ് തോന്നുന്നത്. ടുവേഴ്സ് ലാസ്റ്റ് ഒരു ഇമോഷണൽ സീൻ ഉണ്ട്. ആ ഇമോഷണൽ സീൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വെച്ച് ഇങ്ങേര് പോയി ആത്മഹത്യ ചെയ്യുന്നു. എന്തോ ഭാഗത്തിന് ആത്മഹത്യ ചെയ്തില്ല. പിന്നീട് തൊങ്കരാജ് മൊങ്കരാജ് പറഞ്ഞിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അത് വർക്കായില്ല. ടു മീ ദിസ് ഇസ് ചുമ്മാ സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്ന ഒരു സീരീസ്. അത്രേ ഉള്ളൂ. വൻ സാധനമായിട്ടും തോന്നുന്നില്ല. തമിഴിലൊക്കെ നോക്കുമ്പോൾ ഇത് പെട്ട സാധനമാണ്. ഇത്രയും കിടിലനായിട്ട് സീരീസ് ഇറങ്ങിയിട്ടില്ല. അങ്ങനെ കുറെ പരിപാടിയൊക്കെ കണ്ടു. എനിക്ക് അറിയില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്കിത് ജസ്റ്റ് ആവറേജ് സാധനമായിട്ടാണ് തോന്നിയത്. സോ വേണ്ടവർ കണ്ടു നോക്കുക. സുവാറൻ ഈസ് സ്ട്രീമിംഗ് ഓൺ Zee5.